ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് മറ്റൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹെയർ ഡൈയുടെ ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. തികച്ചും ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ചൊറിച്ചിലോ അലർജിയോ ഒന്നും കാണുന്നതായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കടുംചായയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ കടുംചായ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കടുംചായ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടിക്കൊരു ഷൈനും അതുപോലെ തന്നെ തലയിലെ താരൻ മാറ്റാനും മുടിക്ക് കട്ടി വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ മുടി ആരോഗ്യത്തോടെ തഴച്ച് വളരാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇത് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാനും നല്ലതാണ്. അകാല നര ഒഴിവാക്കാനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഉലുവ ഉപയോഗിക്കുന്നത്. ഉലുവയും കറിവേപ്പിലയും ചേർത്തടിച്ച് മുടിയിൽ തേക്കുന്ന മുടി വളരാൻ സഹായിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു കടുംചായ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. തേയിലയിലെ സ്വാഭാവികമായിട്ടുള്ള ഡാർക്ക് പിഗ്മെൻറ്റ് നമ്മുടെ മുടിക്കൊരു കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കടുംചായ വെച്ച് മുടി കഴുകുന്നത് മുടിക്ക് കറുപ്പ് നിറം നൽകാനും അതോടൊപ്പം തന്നെ മുടി നല്ല ശക്തിയായി വളരാനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കാനുള്ള കടുംചായയുടെ മിക്സിയുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ഈ കടുംചായ മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ പപ്പായയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. പല ആൻറ്റി ഓക്സിഡൻസുകളാലും സമ്പുഷ്ടമാണ് കപ്പയ്ക്കയുടെ ഇല. മുടി കൊഴിച്ചിൽ പരിഹരിക്കാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും ഇതേറെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ മുടി ഉണ്ടാവുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. വരണ്ട മുടിയിഴകൾ, മുടി പൊട്ടൽ, പിളർന്ന അറ്റങ്ങൾ, മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ താരനൊക്കെ ഉത്തമ പരിഹാരമാണ് കപ്പയ്ക്കയുടെ ഇല. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കപ്പയ്ക്കയുടെ ഇല ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ചെറിയ പീസസ് ആയിട്ടാണ് നമ്മളിവിടെ മുറിച്ചെടുക്കുന്നത്. കാരണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെറുതാക്കി സ്ലൈസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കപ്പയ്ക്കയുടെ ഇല ഞാനിവിടെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കയ്യോന്നി അല്ലെങ്കിൽ ഭൃംഗരാജ് ആണ്. താരൻ, തലയോട്ടിയിലെ ചൊറിച്ചിൽ എന്നിവയ്ക്കെതിരെ പോരാടുന്നു. അതുപോലെ തന്നെ ശക്തമായ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഇതിലുണ്ട്. മുടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഇതേറെ നല്ലൊരു പരിഹാരമാണ്. ഇനി നമുക്ക് ഇതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കണം. അപ്പോൾ കയ്യോന്നി കുഞ്ഞ് പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കറിവേപ്പിലയാണ്. കറിവേപ്പില മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നു. ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയലും അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, അയൺ, ഫോസ്ഫറസ് തുടങ്ങിയവ മുടിക്ക് ആവശ്യമായ പോഷക ഗുണങ്ങൾ നൽകുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 3 ഇലകളും അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കടുംചായയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരിഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കടുംചായ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ കപ്പയ്ക്കയുടെ ഇലയും കയ്യോന്നിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ ആ ഒരു നീര് മാത്രം മതി ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട്.
അപ്പോൾ ഞാനിവിടെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഈ ഇലകളുടെ എല്ലാം തന്നെ നീരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള നെല്ലിക്കയുടെ പൊടിയാണ്. വേരുകളിൽ നിന്ന് മുടി ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും നെല്ലിക്കയുടെ പൊടി ഏറെ നല്ലതാണ്. തലയിലെ താരൻ അകറ്റാനും അതുപോലെ തന്നെ മുടിക്ക് കട്ടി വർദ്ധിപ്പിക്കാനും ഇതേറെ നല്ലതാണ്. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയിരിക്കും ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ ഡൈക്ക് കുറച്ചും കൂടി നല്ലൊരു കറുത്ത ഡാർക്ക് കളർ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു നെല്ലിക്കയുടെ പൊടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആവശ്യത്തിന് ചൂടായി വന്നിരിക്കുന്ന നെല്ലിക്കയുടെ പൊടിയിലേക്ക് നമുക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇലകളുടെ എല്ലാം കൂടെ നീര് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സ് കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുടി കറക്കുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാനും ഈ ഒരു ഹെയർ ഡൈ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന കറിവേപ്പില, നെല്ലിക്ക എന്നിവയെല്ലാം തന്നെ മുടിക്ക് നല്ല കരുത്ത് നൽകാൻ സഹായിക്കുന്നവയാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഇതില്ലാതാക്കാൻ ഈ ഹെയർ ഡൈ ഉപയോഗം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ നല്ലൊരു ഡാർക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല കറുകറാന്നായിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ ഡൈ എടുത്ത് മുടിയുടെ ഓരോ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം. തലയൊട്ടിയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുടിയുടെ നരയുള്ള ഭാഗത്തെല്ലാം തന്നെ ഇത് പുരട്ടണം. അതുപോലെ നല്ലതുപോലെ പുരട്ടി മുടിയിൽ ഒപ്പി വയ്ക്കണം. മുടിക്ക് നീളമുള്ളവരാണെങ്കിൽ കെട്ടി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡൈ പുരട്ടിയതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇരിക്കണം. എന്നാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ അടുപ്പിച്ച് 1 മാസം ആഴ്ചയിൽ 2 തവണ വീതം ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹെയർ ഡൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ കിട്ടുന്ന കപ്പയ്ക്കയുടെ ഇല കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഹോം മെയ്ഡായിട്ട് ഹെയർ ഡൈ ഒന്നും തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ വീഡിയോസ് ആയി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.